പെറ്റ് റേസസ് എന്ന് പറയുമ്പം ഒരിക്കലും അതൊരു ബിസിനസ് മാത്രമല്ല. നമുക്കതിൽ കുറച്ച് സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും കൂടെ നമ്മൾ ഇന്ന് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്ന് അത് ഒരുപാട് ആൾക്കാരിലേക്ക് എത്തുന്നുണ്ട്. നമ്മൾ അഡോപ്ഷൻ, റെസ്ക്യൂ, ഡൊണേഷൻ, ഈ 3 കാര്യങ്ങളാണ് പെറ്റ് റേസിൽ നമ്മളെ മെയിൻ ആയിട്ടുള്ള സോഷ്യലി കമ്മിറ്റഡ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒത്തിരി പേര് ഇന്ന് അഡോപ്ഷനായിട്ട് ഞങ്ങളെ വിളിക്കുന്നുണ്ട്. തെരുവുകളിലും മറ്റും ആക്സിഡൻ്റ് ആയിട്ട് കിടക്കുന്ന നായ്ക്കൾ, അല്ലെങ്കിൽ വീട്ടിൽ വളർത്തി എന്തെങ്കിലും അസുഖമാവുമ്പം അവരെ വീട്ടിനുള്ളിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ നിന്നും പുറത്താക്കുന്ന പെറ്റ് പാരൻസ് ഉണ്ട്. അങ്ങനെയുള്ള നായ്ക്കളും പൂച്ചക്കുഞ്ഞുങ്ങളും ഒക്കെ. അപ്പോൾ അവരെല്ലാം നമ്മൾ വളരെയധികം കെയറിങ്ങോട് കൂടി തന്നെ അഡോപ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. അതുപോലെ റെസ്ക്യൂ ചെയ്യുന്നുണ്ട്. പിന്നെ ഡൊണേറ്റ് എന്ന് പറയുമ്പം എല്ലാവർക്കും അതൊരു കൺഫ്യൂഷൻ വരുന്ന ഒരു മേഖലയാണ്. എങ്ങനെയുള്ള പെറ്റ്സിനെയാണ് നമ്മൾ ഡൊണേറ്റ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ, എന്ന് വെച്ചാൽ പെറ്റ്സിനെ സ്നേഹിക്കുന്ന, നല്ല രീതിയിൽ നോക്കുന്ന പെറ്റ് പാരൻസ് ഉണ്ട്. പക്ഷെ അതിനുള്ള സാഹചര്യം ചിലപ്പോൾ അവർക്ക് ഉണ്ടാവില്ല. അതിപ്പോൾ എക്കണോമിക്കലി ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ അതിനുള്ള സ്പേസ് ഉണ്ടായിരിക്കില്ല. അങ്ങനെ ഒത്തിരി കാരണങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ ആ പെറ്റിനെ എങ്ങനെ നോക്കണം എന്നുള്ളത് അവർക്ക് അറിയില്ലായിരിക്കും. ഒരു പക്ഷേ അവർക്ക് നോക്കണം അറിയാമെങ്കിലും അതിനുള്ള പൈസ അവരെ കാണില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പെറ്റ്സിന് വേണ്ടി, ആ പെറ്റ്സിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ അവരെ ഡൊണേറ്റ് ചെയ്തെടുക്കാറുണ്ട്.